ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ധനികനായ അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. അതിസമ്പന്നനായ ഒരു അച്ഛൻ തൻ്റെ മകനെ ഒരു ഗ്രാമത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. പാവപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് മകനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ഈ അച്ഛൻ്റെ കാര്യം. അതായത് തങ്ങൾ എത്ര വലിയ സൗഭാഗ്യങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് എന്ന് മകനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അത്രയേ ഉള്ളൂ കാര്യം. വളരെ ദരിദ്രരാണ് എന്ന് പിതാവ് കരുതിയ ഒരു കുടുംബത്തിനൊപ്പം അവർ ഒരു പകലും ഒരു രാത്രിയും ചെലവഴിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അച്ഛൻ മകനോട് ചോദിച്ചു, മോനെ, ഈ യാത്രയിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? മകൻ വളരെ ശാന്തനായി പറഞ്ഞു, അച്ഛാ, നമുക്കൊരു നായയേ ഉള്ളൂ, എന്നാൽ അവർക്ക് 4 നായയുണ്ട്. നമ്മുടെ തോട്ടത്തിന് നടുവിൽ ഒരു നീന്തൽക്കുളമുണ്ട്, എന്നാൽ അവർക്കോ അവസാനമില്ലാതെ ഒഴുകുന്നൊരു പുഴ തന്നെ സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ ചെറിയൊരു കഷ്ണം ഭൂമിയല്ലേ ഉള്ളൂ, അവർക്ക് കണ്ണെത്താത്ത ദൂരത്തോളം പുൽമേടുകൾ കിടക്കുകയാണ്. നമ്മൾ ഭക്ഷണം പണം കൊടുത്ത് വാങ്ങുന്നു, അവരത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു. നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് ചുറ്റുമതിലുണ്ട്, എന്നാൽ അവർ ഏത് പ്രതിസന്ധിയിലും സുരക്ഷിതരായി കൊണ്ടു നടക്കാനും സംരക്ഷിക്കാനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മകൻ്റെ വാക്കുകൾ കേട്ട് പിതാവ് അന്താളിച്ചു പോയി. ഒടുവിൽ മകൻ പറഞ്ഞു, അച്ഛാ, നമ്മൾ എത്രത്തോളം പാവപ്പെട്ടവരാണെന്ന് എനിക്ക് ആ വീട്ടിൽ താമസിച്ചപ്പോൾ മനസ്സിലായി. അതെനിക്ക് കാണിച്ചു തന്നതിന് വളരെ നന്ദി. യഥാർത്ഥ സമ്പത്തെന്നത് പണമോ വസ്തുവകളോ അല്ല, മറിച്ച് പ്രകൃതിയോടുള്ള അടുപ്പവും നല്ല ബന്ധങ്ങളും സംതൃപ്തമായ മനസ്സുമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാഴ്ചകളല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ടൊരിക്കൽ EMS നമ്പൂതിരിപ്പാടിനോട് ഒരു പത്രപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. കാഴ്ചയും EMSും EMS നമ്പൂതിരിപ്പാടും തമ്മിലുള്ള വ്യത്യാസം പോലെ കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയുന്നത്, എല്ലാവർക്കും കാഴ്ചകൾ ഉണ്ടാകും, പക്ഷേ പലർക്കും കാഴ്ചപ്പാടുകൾ കാണില്ല എന്നാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ഈ ഒരു നല്ല വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.